അവർക്കുള്ള കൽപ്പന കേട്ട് നീ നടക്കേണ്ടതാ, അന്യായമായാൽ മാറി നീ നിൽക്കേണ്ടതാ. അള്ളാഹുവിനെതിരായി വഴിപ്പെടലില്ല, കൽപ്പിച്ചതാരാണെങ്കിലും ശരിയല്ല എന്നുള്ളതും നബി നമ്മളെ പഠിപ്പിച്ചതാ. ശൈഖാനി റിപ്പോർട്ടുള്ളതായി കാണുന്നതാ. സുബ്ഹത്തിലാണ് അവർക്കുള്ള കൽപ്പന വന്നത്, എന്നാൽ വുജൂബാണ് അതും കേൾക്കേണ്ടത്. ഇത് ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഒത്തതാ എന്നും ഇമാം ഗസ്സാലി താൻ പറയുന്നതാ. അവരോട് നീ സംഭാഷണം ചെയ്യേണ്ടത് മയമായ രീതിയിൽ തന്നെയാണത് വേണ്ടത്. ഇസ്രാ സൂറത്തോതി നോക്കതിലുണ്ടിത് ഖൗലൻ കരീമ എന്നതാ പറയുന്നത്. അവർക്കുള്ള മുമ്പിൽ കയറി നീ നടക്കല്ലേ, അതുപോലെ പേരിട്ടവരെ നീ വിളിക്കല്ലേ. മറക്കാതെ നീ അവർക്കെപ്പോഴും പ്രാർത്ഥിക്കണം. നിസ്കാരശേഷം തീർച്ചയായി അത് ചെയ്യണം. പ്രാർത്ഥന അവർക്കില്ലാതെ വന്നാൽ പിന്നെ നിനക്കുള്ള ജീവിതമിൽ ഞെരുക്കം തന്നെ. നിനക്കായി അവർ ക്ലേശങ്ങളെന്ത് സഹിച്ചതാ, അതുപോലെ തന്നെ അവരെന്ത് ദുഃഖം തിന്നതാ. നിനക്കുള്ള രോദനമാൽ അവർ വിങ്ങുന്നതാ, കരയാത്ത കണ്ണും കര കവിഞ്ഞൊഴുകുന്നതാ. നീ രോഗിയായാൽ നൊമ്പരം അവർക്കുള്ളതാ, കൈതണ്ടിലിട്ടവരെന്തു താരാട്ടുന്നതാ. നിനക്കുള്ള പുഞ്ചിരി കണ്ടവർ രസിക്കുന്നതാ, ഒലിക്കുന്ന ചുണ്ടിൽ തന്നവർ മുത്തുന്നതാ. അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ, നീ അത്ര കാലം അതിൽ കിടന്ന് സുഖിച്ചതാ. കാണേണ്ട സമയം തെറ്റിയാൽ ക്ഷമയറ്റതാ, ഹബിസിൽ അവർ അകപ്പെട്ട പോൽ തോന്നുന്നതാ. അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിച്ചതാ, വിശപ്പെത്രയോ സഹിച്ചിട്ട് നിന്നെ നിറച്ചതാ. തൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്ന തത്വം സത്യമാ, അത് കാക്കയിൽ നീ നോക്കിയാലും വ്യക്തമാ.